ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. 24 election powered by Asset responsibly yours. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങൾ ഏപ്രിൽ 19 വിധി എഴുതും. അതേസമയം BJPയും കോൺഗ്രസും മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വയനാട് ഉൾപ്പെടെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ BJP പട്ടികയിൽ ഇടം പിടിക്കും. പശ്ചിമ ബംഗാളിൽ CPM കോൺഗ്രസ് സീറ്റു ധാരണ. കോൺഗ്രസ് 12 ഇടങ്ങളിലും ഇടതു പാർട്ടികൾ 24 സീറ്റുകളിലും മത്സരിക്കും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആർക്കെ, ആദ്യഘട്ടത്തിന്റെ വിജ്ഞാപനം വന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് തുടങ്ങുകയാണ്. കോൺഗ്രസിന്റെയും BJPയുടെയും മൂന്നാം ഘട്ട പട്ടികയാണല്ലോ ഇനി വരാനിരിക്കുന്നത്. അതിലെന്തൊക്കെ പ്രതീക്ഷിക്കാം? നമുക്ക് ഇന്ന് തന്നെ ആ പട്ടിക ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിലെ 4 സീറ്റുകൾ BJP മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നതിൽ പ്രതീക്ഷിക്കാമോ സ്ഥാനാർത്ഥികളുടെ പേരുവിവരങ്ങൾ? നമുക്ക് ന്യായമായിട്ടും അത് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നിരിക്കുന്നു, ആദ്യഘട്ട വിജ്ഞാപനം വന്നിരിക്കുന്നു. രണ്ടാമത്തത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിദേശ സന്ദർശനത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഈ ലിസ്റ്റ് പുറത്തു വരേണ്ട ഒരു അനിവാര്യതയുണ്ട്, അഥവാ ആ ലിസ്റ്റ് തീരുമാനിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. നമുക്കിപ്പോൾ വളരെ കൗതുകകരമായിട്ടുള്ള ചില വിവരങ്ങൾ BJPയുടെ ചർച്ചകളുടെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. അതിൽ ഈ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും, അഥവാ കോൺഗ്രസിന്റെ മറ്റാര് മത്സരിച്ചാലും വരുൺ ഗാന്ധിയെ മത്സരിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കം നടന്നിരുന്നു എന്നുള്ളതാണ്. വരുൺ ഗാന്ധി എന്നാൽ ആ നീക്കത്തോട് അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് അങ്ങനെ പാർട്ടി നിർദ്ദേശം അദ്ദേഹം പാലിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റ് അദ്ദേഹത്തിന് നഷ്ടമാകും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടമാകാൻ പോകുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ BJPയുടെ ദേശീയ നേതാക്കൾ നൽകുന്നത്. എന്നാൽ മനേകാ ഗാന്ധിയുമായിട്ട് ഉത്തർപ്രദേശ് ഘടകത്തിലുണ്ടായിരുന്ന ഭിന്നത അത് അവസാനിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മനേകാ ഗാന്ധിക്ക് സുൽത്താൻപൂരിൽ നിന്നും വീണ്ടും ജനവിധി തേടാനായിട്ടുള്ള അവസരം നൽകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ വരുൺ ഗാന്ധി അടക്കമുള്ളവരെ പരിഗണിച്ചതിന് ശേഷം, നേരത്തെ അദിതി സിംഗിനെ പരിഗണിച്ചിരുന്നു, അതിനുശേഷം ഇപ്പോൾ നൂപുർ ശർമ്മയിലേക്ക് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം BJP കൈമാറും, അഥവാ BJP ടിക്കറ്റ് നൂപുറിനായിരിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വിജയൻ അറിയാവുന്ന പോലെ നൂപുർ ഈ പ്രവാചക നിന്ദാ വിഷയത്തിൽ പാർട്ടി നടപടി നേരിട്ട ആളാണ്. കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് അങ്ങനെ ആക്റ്റീവായിട്ടുള്ള BJP മുഖം എന്ന രീതിയിൽ മാറി നിൽക്കുന്ന ആളാണ്. പക്ഷേ കഴിഞ്ഞ തവണ അമേഠിയിൽ ഉണ്ടാക്കിയ സ്മൃതി ഇറാനി ഉണ്ടാക്കിയ ആ നേട്ടം അത് ഇവർക്ക് നൂപുറിന് റായ്ബറേലിയിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് BJP അങ്ങനെ കരുതുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കി ഇന്ന് BJPയുടെ മൂന്നാം ഘട്ട പട്ടിക വരും എന്നാണ് ഇപ്പോൾ നമുക്ക് ന്യായമായിട്ടും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. മറുവശത്ത് ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള വിഷയങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടു വരികയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം 102 മണ്ഡലങ്ങളിലേത് പുറത്തു വന്നിട്ടുണ്ട്. ഈ 102 മണ്ഡലങ്ങളിലും ഇന്ന് രാവിലെ മുതൽ തന്നെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനായിട്ടുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി ഇതിനുശേഷം ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. വിജയൻ. യെസ്, 102 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. ഇതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. രാജ്യം പൊതുതെരഞ്ഞെടുപ്പിന്റെ സുപ്രധാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഇന്നത്തെ വിജ്ഞാപനത്തോടെ ഉണ്ടായിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഏതാണ്ട് 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആദ്യഘട്ട ലോക്സഭാ സ്ഥാനാർത്ഥികളെ DMKയും AIADMKയും പ്രഖ്യാപിച്ചു. 11 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 21 പേരുടെ പട്ടികയാണ് DMK പുറത്തിറക്കിയത്. 16 സീറ്റുകളിലേക്ക് AIADMK സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അധികാരത്തിലെത്തിയാൽ CAA റദ്ദാക്കുമെന്നതുൾപ്പെടെ വാഗ്ദാനങ്ങളുമായി DMKയുടെ പ്രകടന പത്രികയും പുറത്തിറക്കിയിട്ടുണ്ട്. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. മനേഷ്, DMKയുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രത്യേകത, സ്റ്റാലിൻ നേരിട്ട് അഭിമുഖം നടത്തിയാണ് സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ചത്. അത് ഈ പട്ടികയിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ? ആർക്കൊക്കെ സീറ്റ് നഷ്ടമായി? ആരൊക്കെ പ്രമുഖർ സീറ്റ് നിലനിർത്തി?
വിജയകുമാർ 11 പേരെയാണ് പുതുമുഖങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം 3 സീറ്റുകൾ നേരത്തെ തന്നെ MDMKയും അതുപോലെ തന്നെ കോൺഗ്രസും മത്സരിച്ചിരുന്ന സീറ്റുകൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് DMK. ആ സീറ്റുകളിലേക്കൊക്കെ പുതുമുഖങ്ങളെയാണ് ഇറക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് കനിമൊഴി തന്നെയാണ്. കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്ന് തന്നെ വീണ്ടും ജനവിധി തേടും. സെൻട്രൽ ചെന്നൈയിൽ നിന്ന് ദയാനിധി മാരൻ, ശ്രീപെരുമ്പത്തൂരിൽ നിന്ന് TR ബാലു, അരക്കോണത്ത് നിന്ന് ജഗത് രക്ഷകൻ, അങ്ങനെ നിലവിലുള്ള MP-മാരിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ നീലഗിരിയിൽ നിന്ന് A രാജ, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 11 പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തി എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറയുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം DMKയുടെ പ്രകടന പത്രികയാണ്. അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനം ഗവർണർമാരുടെ നിയമനം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ അനുമതിയോടെ ആക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ആ പ്രകടന പത്രികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം കൊണ്ടുവരും. പുതുച്ചേരിക്ക് സ്വതന്ത്ര സംസ്ഥാന പദവി നൽകും. കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ തമിഴ് ഭാഷയാക്കും. മാത്രമല്ല ശ്രീലങ്കൻ പൗരർക്ക്, ഈ പറഞ്ഞ തമിഴ്നാട്ടിലുള്ള ശ്രീലങ്കൻ പൗരർക്ക് ഇന്ത്യൻ പൗരത്വം നൽകും. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. CAA, അതുപോലെ തന്നെ ഏക സിവിൽ കോഡ്, നീറ്റ് പരീക്ഷ, ഇവയെല്ലാം റദ്ദാക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി റദ്ദാക്കും. അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ 64 പേജുള്ള പ്രകടന പത്രികയാണ് DMK പുറത്തിറക്കിയിരിക്കുന്നത്. അത് ഈ പറഞ്ഞ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെയാണ് എന്തായാലും അതിൽ വരുന്നത്. അണ്ണാ DMKയിലേക്ക് വന്നാൽ അണ്ണാ DMK 16 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 14 പുതുമുഖങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത് DMDK, വിജയകാന്തിൻ്റെ DMDK അണ്ണാ DMK മുന്നണിയിലേക്ക് എത്തുന്നു. BJPയുമായി ചർച്ച തുടരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് DMDKയുടെ അധ്യക്ഷയായിട്ടുള്ള പ്രേമലത വിജയകാന്ത് അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിലാണ് DMDKയുമായുള്ള സഖ്യപ്രഖ്യാപനവും അണ്ണാ DMKയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 5 ലോക്സഭാ സീറ്റുകളാണ് നിലവിൽ DMDKയ്ക്ക് നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത സമയത്തിനകം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല SDPIക്ക് ഒരു സീറ്റ്, SDPI അണ്ണാ DMK മുന്നണിയിലെത്തുന്നു. അവർക്ക് ഒരു സീറ്റ് നൽകുന്നു അണ്ണാ DMK. മാത്രമല്ല പുതിയ തമിഴകം എന്ന് പറയുന്ന പാർട്ടിയും അണ്ണാ DMKയുമായി സഖ്യത്തിലാണ് ഇനി മത്സരിക്കുക. എന്തായാലും 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ 14 പുതുമുഖങ്ങളാണ് അണ്ണാ DMKയെ സംബന്ധിച്ച്. വിജയകുമാർ. 21 പേരുടെ പട്ടിക DMK പുറത്തിറക്കി. 16 സീറ്റുകളിലേക്ക് AIADMK സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. DMKയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അധികാരത്തിലെത്തിയാൽ പൗരത്വ നിയമം നടപ്പാക്കില്ല, അത് റദ്ദാക്കും എന്നതുൾപ്പെടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ DMKയുടെ പ്രകടന പത്രികയിലുണ്ട്. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സുരേഷ് ഗോപിക്ക് തൻ്റെ വീട്ടിലേക്ക് വരാൻ മറ്റാരുടെയും അനുവാദം ആവശ്യമില്ലെന്നും എപ്പോഴും സ്വാഗതമെന്നും കലാമണ്ഡലം ഗോപി ഫേസ്ബുക്ക് കുറിപ്പിലാണ് നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത്. സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ സമ്മർദ്ദമുണ്ടെന്ന് കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ആരോപിച്ചത് വലിയ വിവാദമായിരുന്നു. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ പുതിയ വിശദീകരണം കലാമണ്ഡലം ഗോപിയാശാൻ നൽകുന്നു. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. വലിയൊരു വിവാദം ഈ ദിവസങ്ങളിലൊക്കെ ചർച്ചയായതാണ്. എന്താണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിക്കുന്നത്? പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കലാമണ്ഡലം ഗോപിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് താൻ, അത് നേരത്തെ തുടങ്ങി തന്നെ ബന്ധമുണ്ട് എന്ന തരത്തിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വൈകാരികമായാണ് തനിക്ക് വലിയ രീതിയിൽ വേദന ഉണ്ടാക്കിയെന്നെല്ലാം സുരേഷ് ഗോപി അറിയിച്ചിരുന്നു. ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കലാമണ്ഡലം ഗോപി തന്നെ ഇതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുമായി വളരെ കാലമായുള്ള സ്നേഹബന്ധം പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് തന്നെ കാണാനോ വീട്ടിലേക്ക് വരാനോ ആരുടെയും അനുവാദം നോക്കേണ്ടതില്ലെന്നും എപ്പോൾ വേണമെങ്കിലും സ്വാഗതം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും തന്നെ സ്നേഹിക്കുന്ന ആർക്കും വീട്ടിലേക്ക് വരാം എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഈ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം സുരേഷ് ഗോപി കഴിഞ്ഞ 2 ദിവസവും മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ കലാമണ്ഡലം ഗോപി ആശാനുമായി വളരെ അടുത്ത ബന്ധമാണ് തനിക്കുള്ള, അദ്ദേഹത്തെ കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ കലാമണ്ഡലം ഗോപി ആശാനെ നേരിട്ട് പോയി കാണും. പക്ഷേ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ നിരസിക്കുകയാണെങ്കിൽ ഒരു ഗുരു എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഗുരുതുല്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകേണ്ട ദക്ഷിണയടക്കം ഗുരുവായൂരപ്പന്റെ നടയിൽ വച്ച് എന്ന തരത്തിലെല്ലാം വൈകാരികമായി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും കലാമണ്ഡലം ഗോപി തന്നെ ഇതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മകൻ കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ചർച്ചയായതോടുകൂടി പിൻവലിച്ചിരുന്നു. കാരണം ഒരു ഡോക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു മകന്റെ ആരോപണമായി പറഞ്ഞത്. ആ സമയത്ത് സുരേഷ് ഗോപിയെ കാണാൻ താല്പര്യമില്ല എന്ന് കലാമണ്ഡലം ഗോപി അറിയിച്ചുവെന്നും അത് നിഷേധിച്ചപ്പോൾ പത്മശ്രീയൊക്കെ വേണ്ടേ എന്ന ഡോക്ടർ ചോദിച്ചുവെന്നും കാണിച്ചായിരുന്നു മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ അത് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ഈ സമയത്തെല്ലാം തന്നെ സുരേഷ് ഗോപി അതിവൈകാരികമായിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിലെല്ലാം പ്രതികരിച്ചത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് സുരേഷ് ഗോപിക്ക് വേണമെങ്കിലും തന്റെ വീട്ടിലേക്ക് വരാം
എന്ന് ക്ഷണിച്ചുകൊണ്ട് ഇപ്പോൾ കലാമണ്ഡലം ഗോപിയാശാൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ക്ഷണം സ്വീകരിച്ച് BJP നേതാക്കളോടൊപ്പം സുരേഷ് ഗോപി കലാമണ്ഡലം ഗോപിയെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഈ ഫേസ്ബുക്ക് കുറിപ്പിന് ശേഷം ഒരു പ്രതികരണം സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ സൂരജ്? സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസവും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാം മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് പറഞ്ഞത് ഈ കലാമണ്ഡലം ഗോപിയുടെ വീട്ടിലേക്ക് പോകാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ശ്രമിക്കും, പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായാൽ മാത്രം താൻ അങ്ങോട്ടേക്ക് പോകില്ല. അതായത് ഈ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ നീരസം പ്രകടിപ്പിക്കുകയാണെങ്കിൽ താൻ അങ്ങോട്ടേക്ക് പോകില്ല. ഈ വിവാദം ഉണ്ടാകുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞു താൻ ഒരു തരത്തിലും കലാമണ്ഡലം ഗോപിയുടെ വീട്ടിലേക്ക് പോകാനായി അനുവാദം ചോദിച്ചിരുന്നില്ല. കാരണം മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കേണ്ട സ്ഥിതി തനിക്കില്ല, നേരിട്ട് ചോദിക്കാവുന്ന ബന്ധം തങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണേണ്ട സമയമാകുമ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് അങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഗുരു എന്ന നിലയിൽ നൽകേണ്ട ദക്ഷിണ പോലും ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് വണങ്ങുന്ന നിലയിലേക്ക് പോലും താൻ പോകും, അത് വിയോജിപ്പുകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം എന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിലൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളോട് പ്രതികരിക്കാൻ ഈ ഗോപിയാശൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അന്ന് രാവിലെയും ഈ വിവാദമുണ്ടായ സമയത്തും നമ്മൾ ബന്ധപ്പെട്ടതാണ്. ആ സമയത്തും അദ്ദേഹം പറഞ്ഞത് ഈ ഘട്ടത്തിൽ താൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിവാദമായി. ഇതിനുശേഷം ഗോപിയാശാൻ തന്നെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള K രാധാകൃഷ്ണൻ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ എല്ലാം പുറത്തു വന്നിരുന്നു. ഇതെല്ലാം സുരേഷ് ഗോപിയെയും BJP എല്ലാം സംബന്ധിച്ച് ഈ ഫേസ്ബുക്ക് വിവാദത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെയും അതിവൈകാരികമായി ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കലാമണ്ഡലം ഗോപിയാശാൻ തന്നെ മുന്നോട്ട് വരുന്നത്. തങ്ങൾ തമ്മിൽ വളരെ കാലത്തെ സ്നേഹബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ഏത് സമയത്തും തന്റെ വീട്ടിലേക്ക് വരാം, അത് സുരേഷ് ഗോപി മാത്രമല്ല തന്റെ വീട്ടിലേക്ക് വരാം, അത് സുരേഷ് ഗോപി മാത്രമല്ല തന്നെ സ്നേഹിക്കുന്ന ആരായാലും തന്റെ വീട്ടിലേക്ക് വരുന്നതിന് അനുവാദം ചോദിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ കലാമണ്ഡലം ഗോപി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സുരേഷ് ഗോപിക്ക് തന്റെ വീട്ടിലേക്ക് വരാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല, എപ്പോഴും സ്വാഗതം എന്നാണ് കലാമണ്ഡലം ഗോപി ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ സമ്മർദ്ദമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മകൻ രഘു ആരോപിച്ചിരുന്നു. വലിയ വിവാദമായിരുന്നു. ആ വിവാദത്തിന് അവസാനം അല്ലെങ്കിൽ അത് കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നത് കൂടി ഒഴിവാക്കാനാണ് അദ്ദേഹം പുതിയ വിശദീകരണം നൽകുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകി തൃശ്ശൂരിൽ നിന്ന്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വ്യാജ ചിത്രം പ്രചരിപ്പിച്ചെന്ന EP ജയരാജന്റെ ഭാര്യ PK ഇന്ദിരയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. DCC അംഗം ജോസഫ് ഡിക്രൂസിനെതിരെ വ്യാജരേഖ ചമച്ചതിന് കേസെടുത്തത് വളവട്ടണം പോലീസാണ്. അതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റേത് ഫ്രോഡ് രാഷ്ട്രീയമെന്ന രൂക്ഷ വിമർശനവുമായി LDF കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. അശ്ലീല വീഡിയോ നിർമ്മിച്ച് വൃത്തികെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളായി പ്രതിപക്ഷ നേതാവ് മാറി. ഇതല്ല മാന്യതയെന്ന് VD സതീശൻ മനസ്സിലാക്കണമെന്നും ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ഗതികേടാണെന്നും EP ജയരാജൻ വിമർശിച്ചു. അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ് VD സതീശൻ. എൻ്റെ ഭാര്യയുടെ തലവെട്ടി സ്വപ്ന സുരേഷിൻ്റെ തല സ്ഥാപിച്ച് ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. എൻ്റെ ഭാര്യ പോലീസിൽ പരാതി കൊടുത്തു, പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ശീലമാക്കി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാക്കി? എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇത് അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ കേരളത്തിന്റെ കഷ്ടകാലം ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടായത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, ആദ്യം ഈ വളപട്ടണം പോലീസ് എടുത്ത കേസിന്റെ വിശദാംശങ്ങൾ, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഈ DCC അംഗത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്? വിജയകുമാർ, തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പം താൻ ഇരിക്കുന്ന ചിത്രം വ്യാജമായി നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചുവെന്നാണ് EP ജയരാജന്റെ ഭാര്യ PK ഇന്ദിര കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി. ആ പരാതി പിന്നീട് വളപട്ടണം പോലീസ് കൈമാറി. വളപട്ടണം പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ DCC അംഗം ജോസഫ് ഡിക്രൂസിനെതിരെയാണ് കേസ്. 4 വകുപ്പുകളാണ് ചുമത്തിയത്. വ്യാജരേഖ ചമയ്ക്കൽ, കലാപശ്രമം, വ്യാജമായി രേഖ ചമച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നിവയടക്കം 4 വകുപ്പുകളാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ FIR-ൽ പ്രാഥമികമായി ചുമത്തിയിരിക്കുന്നത്. അതായത് ഒരു പരിപാടിയിൽ പോവുകയും ഒരു സ്വകാര്യ സന്ദർശനം എന്ന നിലയ്ക്ക് PK ഇന്ദിര
രാജീവ് ചന്ദ്രശേഖരനെ കാണുന്നതായി അതിനോടൊപ്പം ഇരിക്കുന്നതായി ഒരു ചിത്രമാണ്. അത് മറ്റൊരു BJP MPയുടെ ഫോട്ടോയായിരുന്നു. BJP MP രാജീവ് ചന്ദ്രശേഖരെ സന്ദർശിക്കുന്ന ഫോട്ടോയായിരുന്നു എന്നാണ് ഈ പരാതിയിലെ വാദം. ആ ചിത്രത്തിന് പകരം അവിടെ ഒരു സ്ത്രീ, ഒരു വനിതാ MP ഇരിക്കുന്നു. ആ MPയുടെ തല വെട്ടിമാറ്റി പകരം PK ഇന്ദിരയുടെ ചിത്രം മോർഫ് ചെയ്ത് വ്യാജമായി നിർമ്മിച്ചു. അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു. അതുവഴിയും EP ജയരാജനെയും തന്നെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുക, ദുഷ്കീർത്തി വരുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്ന പരാതിയായിരുന്നു. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ കണ്ണൂർ വളപട്ടണം പോലീസ് തിരുവനന്തപുരത്തെ DCC അംഗം ജോസഫ് ഡിക്രൂസിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിജയകുമാർ. സജോ, ഇതിൽ ഈ EP ജയരാജൻ എന്ന് വളരെ രൂക്ഷമായ വിമർശനം, കടുത്ത ഭാഷയിലുള്ള വിമർശനമാണല്ലോ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ വ്യാജ വീഡിയോ അല്ലെങ്കിൽ വ്യാജ ചിത്രങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ പങ്ക് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. EP ജയരാജൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഇതിന് മറുപടി പറയാനായിരിക്കും പ്രതിപക്ഷ നേതാവ് ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എറണാകുളത്ത്. വിജയകുമാർ, പ്രതിപക്ഷ നേതാവ് 4 മണിക്ക് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ വിമർശനത്തിനപ്പുറം EP ജയരാജൻ പ്രതിപക്ഷ നേതാവിനെതിരെ വ്യക്തിപരമായ രൂക്ഷമായ ഭാഷയിൽ കടുത്ത പരാമർശങ്ങൾ ഉൾപ്പെടുത്തി വ്യക്തിപരമായ വിമർശനത്തിലേക്ക് കടന്നു എന്നാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് 3-4 സംഭവങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥിയുടെ എന്ന പേരിൽ ഒരു വ്യാജ അശ്ലീല വീഡിയോ നിർമ്മിച്ചു പ്രചരിപ്പിച്ചു. അതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവാണ്. ഒപ്പം സ്വർണ്ണക്കടത്ത് വിവാദ ഘട്ടത്തിൽ സ്വപ്ന സുരേഷിന്റെ ചിത്രം തൻ്റെ ഭാര്യയുടെ തല വെട്ടിമാറ്റി അവിടെ അങ്ങനെ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നതടക്കം. ഒപ്പം ഇപ്പോൾ ഈ ചിത്രം രാജീവ് ചന്ദ്രശേഖരനൊപ്പം നിൽക്കുന്നതായുള്ള ചിത്രവും വ്യാജമായി പ്രചരിപ്പിച്ചു. ഇതിനെല്ലാം പിന്നിൽ പ്രതിപക്ഷ നേതാവിന് പങ്കുണ്ട്. അങ്ങനെ വൃത്തികെട്ട ഫ്രോഡ് രാഷ്ട്രീയം പയറ്റുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് എന്ന ആരോപണമാണ് EP ജയരാജൻ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. അതായത് പ്രധാനമായും കണ്ണൂരിലെ വൈദേകം ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് EP ജയരാജൻ രൂക്ഷമായ വിമർശനങ്ങളിലേക്കും അല്ലെങ്കിൽ കുറച്ച് പ്രതിരോധത്തിലാവുകയും അതിന് മറുപടി പറയാൻ അദ്ദേഹം നിർബന്ധിതനാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെല്ലാം തുടക്കം എന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വിവാദ പരാമർശമാണ്. അദ്ദേഹം ചില BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് എന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തന്നെ തള്ളിപ്പറഞ്ഞു. അതിന് പിന്നാലെ രാഷ്ട്രീയ ബന്ധം മാത്രമല്ല കച്ചവട ബന്ധവും EP ജയരാജന് BJP-ക്കാരുമായി ഉണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ നിയന്ത്രണത്തിലുള്ള കമ്പനിയായ നിരാമയയും ഒപ്പം വൈദേകവും തമ്മിലുള്ള, വൈദേകത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ് EP ജയരാജനാണ്. EP-യുടെ കുടുംബത്തിനാണ് അതിൽ പ്രധാന ഓഹരിയുള്ളത്. അതിനെ കേന്ദ്രീകരിച്ച് ആരോപണം വളർന്നതോടുകൂടി അതിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടുകൂടി കടുത്ത ഭാഷയിലുള്ള മറുപടി EP തന്നെ സ്വയം അത് വിശദീകരിക്കേണ്ട സാഹചര്യവും ഉണ്ടായി. പാർട്ടി വലിയ തോതിൽ അത് വിശദീകരണത്തിന് തയ്യാറായില്ല. EP തന്നെ വിശദീകരിക്കേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ ഈ രൂപത്തിൽ കടന്നാക്രമിക്കുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്യുകയാണ് EP ജയരാജൻ. വിജയകുമാർ. പ്രതിപക്ഷ നേതാവ് ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പറവൂരിലെ ഓഫീസിൽ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ LDF കൺവീനർ ഉന്നയിച്ച സാഹചര്യത്തിൽ അതിനുള്ള മറുപടി പറയാനായിരിക്കാം അദ്ദേഹം വൈകിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നത് എന്നാണ് സൂചന. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. വിദ്വേഷ പരാമർശത്തിൽ തമിഴ് ജനതയോട് മാപ്പ് പറഞ്ഞ് കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ. തമിഴ്നാട്ടുകാർ ബംഗളൂരുവിൽ സ്ഫോടനം നടത്തുന്നുവെന്ന പ്രസ്താവനയായിരുന്നു വിവാദമായത്. എന്നാൽ മുഴുവൻ തമിഴ്നാട്ടുകാരെയും അല്ല ഉദ്ദേശിച്ചതെന്ന വിശദീകരണവുമായി മന്ത്രി പിന്നീട് രംഗത്തെത്തി. മലയാളികൾ കർണാടകയിലെത്തി ആസിഡ് ആക്രമണം നടത്തുന്നുവെന്ന പ്രസ്താവന ശോഭാ കരന്തലജെ പിൻവലിച്ചിട്ടുമില്ല. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. മനേഷ്, എന്താണിപ്പോൾ ശോഭാ കരന്തലജയുടെ വിശദീകരണം? വലിയ വിവാദമാകുന്നു. ഇപ്പോൾ DMK നിയമ നടപടിക്ക് മുതിരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ. വിജയകുമാർ, രാമേശ്വരം കഫേയുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാടിനെതിരായ പരാമർശം ശോഭാ കരന്തലജെ ഉന്നയിക്കുന്നത്. കൃഷ്ണഗിരി, അതായത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി വനമേഖലയിലാണ് ഈ സ്ഫോടന കേസിൽ പ്രതി പരിശീലനം നടത്തിയത് എന്നുള്ള കാര്യമാണ് ശോഭാ കരന്തലജെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന. അതായത് തമിഴ്നാട്ടുകാർ പരിശീലനം നേടി ബംഗളൂരുവിലെത്തി സ്ഫോടനം നടത്തുന്നു. മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ളവർ കർണാടകയിലെത്തി ആസിഡ് ആക്രമണം നടത്തുന്നു. ഇതാണ് പ്രസ്താവന ആണ് വലിയ തോതിലുള്ള വിവാദമായത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു മാപ്പപേക്ഷ ശോഭാ കരന്തലജയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൽ പറയുന്നത് എല്ലാ തമിഴ്നാട്ടുകാരെയും താൻ ഉദ്ദേശിച്ചിട്ടില്ല. അത്തരത്തിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമ ചോദിക്കുന്നു. മാത്രമല്ല തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ജനങ്ങൾ വളരെ സാഹോദര്യത്തോടു കൂടി സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അത് തകർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചില ആളുകളെ മാത്രം ഉദ്ദേശിച്ചായിരുന്നു അത്തരത്തിലൊരു പോസ്റ്റ്, അത്തരത്തിലൊരു പ്രസ്താവന പറയാനുണ്ടായ കാരണം അതായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും
DMK ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. വിദ്വേഷ പരാമർശം, അത് 2 സംസ്ഥാനങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ശോഭാ കരന്തലജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു DMK. എന്നാൽ കേരളത്തിനെതിരായിട്ടുള്ള പരാമർശത്തിൽ ഇതുവരെ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ഒരു പരാമർശം പിൻവലിക്കുകയോ ഒന്നും തന്നെ ശോഭാ കരന്തലജ ചെയ്തിട്ടില്ല. വിജയകുമാർ. യെസ്, മലയാളികൾ കർണാടകയിലെത്തി ആസിഡാക്രമണം നടത്തുന്നു എന്നായിരുന്നു ശോഭാ കരന്തലജയുടെ മറ്റൊരു വിദ്വേഷ പരാമർശം. അക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് കേന്ദ്രമന്ത്രി. അത് പിൻവലിച്ചിട്ടില്ല, അതിൽ ഖേദപ്രകടനം നടത്തിയിട്ടില്ല. പക്ഷേ തമിഴ്നാട്ടുകാർക്കെതിരായ അല്ലെങ്കിൽ തമിഴ് ജനതയ്ക്കെതിരായ പരാമർശം ശോഭാ കരന്തലജെ പിൻവലിച്ചു. ഖേദപ്രകടനം നടത്തുകയും വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് നിർത്തിവെച്ച സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് ഉടൻ നടത്തില്ല. സെർവർ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ച ശേഷമേ മസ്റ്ററിംഗ് നടത്താനാകൂ എന്ന് കേന്ദ്രത്തെ അറിയിച്ചു. റേഷൻ വിതരണം തടസ്സപ്പെടില്ലെന്നും ഭക്ഷ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. VA ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയതാണ് ആഴ്ചകളായി. എന്താണിപ്പോൾ ഭക്ഷ്യവകുപ്പിന്റെ പുതിയ വിശദീകരണം? വിജയകുമാർ, സെർവർ തകരാറിനെ തുടർന്നാണ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഈ മസ്റ്ററിംഗ് ഇപ്പോൾ ധൃതിപിടിച്ച് നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ഭക്ഷ്യവകുപ്പ് എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. സെർവർ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ച ശേഷം മാത്രമേ മസ്റ്ററിംഗ് നടത്താനാകൂ എന്ന് കേന്ദ്രത്തെ സംസ്ഥാനം അറിയിച്ചു കഴിഞ്ഞു. കേന്ദ്രം നൽകിയിരിക്കുന്ന സമയപരിധി മാർച്ച് 31. എന്നാൽ ഈ മാർച്ച് 31 മസ്റ്ററിംഗ് ധൃതിപിടിച്ച് പൂർത്തിയാക്കാൻ ആകില്ല എന്നുള്ളതാണ് ഭക്ഷ്യവകുപ്പ് കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പോ അതിനുശേഷമോ സെർവർ തകരാർ പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് തുടരാമെന്നും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാമെന്നും ഇപ്പോൾ സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത് കാരണം ആർക്കും റേഷൻ നിഷേധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഹൈദരാബാദ് NIC സെർവർ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു എന്ന് സംസ്ഥാനത്തെ അറിയിച്ച ശേഷം മസ്റ്ററിംഗ് നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രത്തെ സംസ്ഥാനം അറിയിച്ചിരിക്കുന്ന വിജയകുമാർ. ഗിരീഷ്, അതായത് മസ്റ്ററിംഗ് ഉണ്ടാവില്ല, ഇപ്പോൾ റേഷൻ വിതരണത്തിന് പ്രശ്നമുണ്ടാവില്ല, സാധാരണ പോലെ റേഷൻ വിതരണം നടക്കും. അതാണ് ഈ ഘട്ടത്തിൽ ഭക്ഷ്യവകുപ്പ് അറിയിക്കുന്നത്, അല്ലേ? വിജയകുമാർ, അത് തന്നെയാണ്. മസ്റ്ററിംഗ് ഉണ്ടാകില്ല. മസ്റ്ററിംഗ് തൽക്കാലം മസ്റ്ററിംഗുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ വിതരണം കൃത്യമായി നടത്തും എന്നുള്ള ഒരു ഉറപ്പാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ മസ്റ്ററിംഗിന്റെ പ്രശ്നം കാരണം ആർക്കും റേഷൻ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല. അതായത് മാർച്ച് 31 കഴിഞ്ഞാലും എല്ലാ കാർഡ് ഉടമകൾക്കും റേഷൻ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. വിജയകുമാർ. യെസ്, സാങ്കേതിക തകരാറിനെ തുടർന്ന് നിർത്തിവെച്ച സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ഉടൻ നടത്തില്ല. സെർവർ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ച ശേഷമേ മസ്റ്ററിംഗ് തുടങ്ങൂ. റേഷൻ വിതരണം സാധാരണ പോലെ നടക്കും, അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.